നീ എനിക്ക് നിന്നെ ഒന്ന് കാണണം. നീ ഉടനെ ഇങ്ങ് വാ. എവിടേക്കാ അനാമികേ? നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആ റെസ്റ്റോറൻ്റ് ഇല്ലേ, അങ്ങോട്ടേക്ക് വന്നാൽ മതി. എന്താ ഇപ്പോൾ കാര്യം? അതൊക്കെ ഉണ്ട്, കാണുമ്പോൾ പറയാം. എനിക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ എനിക്കിപ്പോൾ എന്തോ നിന്നെ കാണണമെന്ന് തോന്നുന്നു. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ എനിക്ക് അപ്പം തന്നെ കാണണം. അതിനനാമിക നമ്മുടെ വിവാഹമൊക്കെ ഇപ്പം ആയില്ലേ, അതിനെന്താ, വിവാഹമൊക്കെ അവിടെ നടക്കും. ഒരു കാര്യമുണ്ട് അനി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. എനിക്ക് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് കണ്ടേ മതിയാവൂ. അതുകൊണ്ട് അനി എത്രയും പെട്ടെന്ന് വരണം. അപ്പോൾ അനി പറയണം, ഇനിയിപ്പോൾ വരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ വരാം അനാമികെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അനിയും അനാമികയും കൂടി റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു പുക സംഭവം ഉണ്ടാവുകയാണ്. എന്തായിരിക്കും റെസ്റ്റോറൻറ്റിൽ വെച്ച് അത്രയും വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്? അതൊക്കെ പറയാം. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ആദർശ് നമ്മുടെ നയനയും കൊണ്ട് വരികയാണ്. ഇത് കാണുന്ന നമ്മുടെ ദേവയാനിക്ക് ഒട്ടും സഹിക്കുന്നില്ല. കുശുമ്പ് ഇങ്ങനെ വർക്കൗട്ട് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ദേവയാനി നന്നായിട്ട് തട്ടിക്കയറുകയാണ് നമ്മുടെ നയനയുടെ അടുത്ത്. ആദർശാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് അയ്യോ പാവയെ കണക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവയാനി പറയാണ്, ഇനി ഈ കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി വരും, അനാമിക. അവളാണ് ഈ കുടുംബത്തിൻ്റെ മരുമകൾ. അവൾ മാത്രമാണ് മരുമകൾ എന്ന് പറയുമ്പോൾ ജലജ ചോദിക്കുകയാണ്, അതെന്തേട്ടത്തി ഇങ്ങനെ ഒരു വർത്തമാനം? അപ്പോൾ ഇതിനു മുമ്പ് വന്ന രണ്ടുപേരും ഇവിടുത്തെ മരുമക്കളല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവയാനി പറയണ്, നീ നിന്റെ പാട്ടിന് പോയി ജലജെ, അതേക്കുറിച്ചൊന്നും നീ എന്നോട് സംസാരിക്കണ്ട. ഇവളുമാരെങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടേ ഇവളുമാരെ രണ്ടെണ്ണത്തിനെയും, നവ്യയും നയനെയും, ഞാൻ എൻ്റെ വീട്ടിലെ മരുമക്കളായിട്ട് അംഗീകരിക്കത്തേ ഇല്ല. എൻ്റെ അനി കൊണ്ടുവരുന്ന പെൺകുട്ടിയാണ് എല്ലാം തികഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന നമ്മുടെ മരുമകൾ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ദേവയാനി നമ്മുടെ നയനയോട് പറയണം, ഹെടി, അനാമികയുടെ പാദസേവ ചെയ്യലാണ് നിൻ്റെ ജോലി, അത് മാത്രമാണ് നിൻ്റെ ജോലി എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആദർശിന് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അമ്മയോട് എതിർത്ത് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നയന പറയണ്, അമ്മേ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ഈ കുടുംബത്തിലേക്ക് വന്നത് കഴുത്തിൽ താലി കെട്ടിയിട്ട് തന്നെയാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഈ കുടുംബത്തിലെ മരുമക്കൾ തന്നെയാണ്. അത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ മരുമക്കൾ തന്നെയാണ്. മുത്തച്ഛനും മറ്റുള്ളവരും അത് അംഗീകരിക്കുന്നുമുണ്ട്. പിന്നെ ഈ കുടുംബത്തിൽ നിന്നും ഒന്ന് രണ്ട് തവണ ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അപ്പോഴൊക്കെ എന്നെ ഇവിടെ നിന്ന് സമ്മർദ്ദം ചെലുത്തി വന്ന് കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ അവസാനം പോയ സമയത്തും ആദർശേട്ടൻ വന്ന് എന്നെ കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. അപ്പോഴും എൻ്റെ കഴുത്തിൽ ഈ താലി തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അതവിടെ ഭദ്രമായിട്ട് തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് അമ്മ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ കുടുംബത്തിലെ, ഞാനും എൻ്റെ ചേച്ചിയും മരുമക്കൾ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയണം, അത് നീ തനിയെ ഇരുന്ന് പറയത്തേ ഉള്ളൂ, അതൊക്കെ ഇനി എത്ര കാലം കിടക്കുന്നു, നീനൊക്കെ ഈ മരുമകളായിട്ട് ഈ കുടുംബത്തുള്ള താമസം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയണ അതെന്തായാലും ശരി തന്നെ അമ്മേ, എന്തായാലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ ഞാൻ ഇവിടുത്തെ മരുമകൾ തന്നെയാണെന്ന് നമ്മുടെ നയന ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, എടി, നീ ഇവിടുത്തെ മരുമകളാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും നിനക്ക് ഞാനൊരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ തരുള്ളൂ, അത് മാത്രം ഉണ്ട് നീ എന്നിങ്ങനെ പറയാണ്. അനാമികയെ നോക്കുക, അനാമികയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവളുടെ പാദസേവ ചെയ്യുക, അതിന് മാത്രമേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ, അത് മാത്രമായിരിക്കും നിൻ്റെ ജോലി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയാണ്, അമ്മേ, ഞാൻ പറ്റുന്നിടത്തോളം ഞാനിവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും, അതിനപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോവുകയാണ്. നയനെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ആദർശിനോട് ദേവേനി പറയണേ, കേട്ടില്ലേടാ, അവള് പറഞ്ഞത് നീ കേട്ടില്ലേ, അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമായിപ്പോയി, നീ തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാരൻ, അവൾ എത്രയോ തവണ പോകുമ്പോൾ നീ പിന്നാലെ വന്ന് കൊണ്ടുവരുന്നതാ ഇവൾക്ക് ഇത്ര അഹങ്കാരത്തിന് കാരണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം, അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, അവൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്തു തന്ന നല്ല കാര്യങ്ങളൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അത് തന്നെയാണ് മുത്തശ്ശനും പറയുന്നത്. എത്ര ഓഫറുകൾ നമ്മുടെ, അതായത് ജ്വല്ലറിയുടെ കാര്യമാണ് പറയുന്നത്,
വന്നിട്ട് ക്ലയൻറ്റ് പിരിഞ്ഞു പോകുന്ന ആ ഒരു സമയം വരുമ്പോൾ നയന നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള ഒരു ഓർഡർ വന്നു കഴിഞ്ഞാലും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നയന അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തന്ന നല്ല കാര്യം തന്നെയാണ്. അതിനപ്പുറത്തോട്ട് വരില്ല വേറെ ആരെന്ത് ചെയ്താലും എന്നിങ്ങനെ പറയണം. എന്നിട്ട് ആദർശ് പറയാണ്, പിന്നെ അമ്മ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചധികമായി പോകുന്നുണ്ടമ്മേ. നയനയുടെ സ്ഥാനത്ത് ഇന്നത്തെ കാലത്ത് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കേട്ടോണ്ട് നിൽക്കുമോ? എടാ, അവള് കേട്ടോണ്ട് നിൽക്കണം. കാരണം അനി കൊണ്ടുവരുന്ന പെണ്ണിൻ്റെ വേലക്കാരിയുടെ പണി മാത്രമേ അവൾക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അവളുടെ പാദസേവ ചെയ്യണം എന്നിങ്ങനെ പറയണത്. അപ്പോൾ ആദർശ് പറയണ, അമ്മേ അവളെൻ്റെ ഭാര്യയാണ് എന്നിങ്ങനെ പറയണ. അപ്പോൾ ദേവയാനി പറയണ, ആണോ? നിന്റെ ഭാര്യയാണോ അവള്? എടാ, നിന്റെ ഭാര്യയാണ് അവളെന്ന് നീ പറയുകയാണെങ്കിൽ അവളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയണ. അപ്പോൾ ആദർശ് പറയണ, അമ്മ ഇത്രയൊക്കെ പറഞ്ഞാലും അവൾ അമ്മയോട് ഒന്നും തിരികെ പറയുന്നില്ലല്ലോ അമ്മേ, അത് തന്നെ അവളുടെ ഒരു നന്മയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയണേ, എന്നാ നീ എടുത്ത തലയിൽ വെച്ചോടാ അവളെ, നീ തലയിൽ വെക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ആദർശ് ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. ആദർശ് പറയണം, അമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് നേരെ അങ്ങ് പോവുകയാണ്. ചിലപ്പോഴത്തേക്ക് കാണുന്ന നമ്മുടെ അനി ഇങ്ങനെ അലസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അനിയോട് ചോദിക്കണം, എടാ അനി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്കെന്താ നിനക്കൊരു ചുറുചുറുക്കില്ലാത്തത് എന്താ? നിൻ്റെ വിവാഹമൊക്കെ ആയല്ലോ, അതിൻ്റേതായിട്ടുള്ള ഒരു പക്വത ഇപ്പോഴും നിനക്ക് വന്നിട്ടില്ലല്ലോ. നീ എന്താ നിൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും വിവാഹം കഴിക്കാൻ പോകുന്നില്ലേ എന്ന് തുടങ്ങി നമ്മുടെ ആദർശ് ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അനിയോട്. അപ്പോൾ അനി പറയുകയാണ്, പോയില്ല ഏട്ടാ, പോകാൻ തോന്നുന്നില്ല. അതെന്താടാ, വിവാഹം അടുത്തതിന് ശേഷവും നിനക്കൊരു മൂഡില്ലാത്തത്? സത്യം പറ, നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയണേ, ഇനി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താ ഏട്ടാ? എന്താ പറഞ്ഞാൽ ഞാൻ നിന്നോട് എല്ലാ കാര്യവും തുറന്നു പറയാറില്ലേ? നീ ഒരു അനിയനാണെന്നുള്ള രീതിയിലല്ലല്ലോ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്. നല്ലൊരു കൂട്ടുകാരൻ കൂടിയല്ലേ നീ എനിക്ക്. അപ്പോൾ നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞൂടെ? സത്യത്തിൽ നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ അനി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയണേ, ഏട്ടാ, അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രയോജനമില്ല. പിന്നെ എന്തിനാണ് ഞാനതൊക്കെ പറയുന്നത്? അല്ല, അങ്ങനെ വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാ. എടാ, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നേരത്തെ എന്നോടങ്ങ് പറഞ്ഞുവിടായിരുന്നോ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ ആഗ്രഹം സാധിക്കില്ലായിരുന്നോ? എന്തായാലും ഇത്രയും നല്ല സ്വഭാവമുള്ള നിന്നെ പ്രണയിക്കുന്ന പെൺകുട്ടി ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി ഒന്നും പറയുന്നില്ല. അനി പറയണ, അതങ്ങ് വിട്ടേരേട്ടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആദർശ് പറയണ, എടാ അനി, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് തുറന്ന് പറഞ്ഞൂടെ? സത്യം പറ, അത് കുട്ടി ആരാണ് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ അനി പറയണ, എനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അവരുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കറിയാം ആ കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയണ, പിന്നെ എന്താ നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയണ, എടാ അനി, നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ വിവാഹം കഴിക്കണം. പിന്നെ അനാമികയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വിവാഹമൊക്കെ അടുത്തു, വിവാഹമൊക്കെ വിളിച്ച് തീർന്നു. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാമെന്നൊന്നും പറ്റില്ല. എന്നാലും അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്, നിന്നെ പ്രണയിച്ച പെണ്ണ് ആരാടാ? അപ്പോൾ അനി ഒന്നും വിട്ടു പറയുന്നില്ല. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എടാ അനി, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നിൻ്റെ എല്ലാ ഗുണങ്ങളെക്കുറിച്ചും എനിക്കറിയാം. നിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കുട്ടിക്കാലം തൊട്ടേ ഞാൻ കാണുന്നതല്ലേ. അപ്പോൾ ഇത്രയും നല്ല സ്വഭാവമുള്ള നിനക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അത്രയധികം ക്വാളിറ്റി ഉള്ള കുട്ടിയായിരിക്കണം. അതുകൊണ്ടായിരിക്കും നീ അവളെ ഇഷ്ടപ്പെട്ടത്. സത്യത്തിൽ നിങ്ങൾക്ക് 2 പേർക്കും പ്രണയം ഉണ്ടായിരുന്നോ, അതേ വൺ വേ ആയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനി ചോദിക്കണം, വൺ വേയോ? അതെന്താണ്? അല്ല, ഒരാൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് 2 പേർക്കും പരസ്പരം ഇഷ്ടം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയണേ, എനിക്ക് അവളെ ജീവനായിരുന്നു, അവൾക്ക് തിരിച്ച് എന്നെയും ജീവനായിരുന്നു. പക്ഷേ നമ്മൾ 2 പേരും തുറന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആദർശ് പറയണേ, എന്ത് മണ്ടത്തരാടാ കാണിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനി ചോദിക്കണം, അതൊക്കെ പോട്ടെ, ആദർശേട്ടനും നയനേട്ടത്തെയും തമ്മിലുള്ള കാര്യം ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണോ കഴിയുന്നത്? അതോ മുത്തശ്ശിന് വേണ്ടിയിട്ടാണോ ഇപ്പോഴും ആദർശേട്ടൻ ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനിയോട് നമ്മുടെ ആദർശ് പറയണേ, ഇപ്പം അതൊക്കെ മാറി, ഇപ്പം ഞാൻ അവളെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറയണം. അപ്പോൾ അനി പറയണ,
അത് ആദർശേട്ടൻ മറ്റുള്ളവരുടെ കൂടെ പറയുന്നതല്ലേ, ആദർശേട്ടൻ്റെ മനസ്സിലാകണമെന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദർശ് പറയണം, അല്ലടാ എനിക്കിപ്പോൾ അവളോട് വഴക്കൊന്നുമില്ല, നീ അവളോട് ചോദ്യം. ഇപ്പോൾ ബെഡ്റൂമിൽ നമ്മൾ തമ്മിൽ അടിയും വഴക്കൊന്നും വെക്കാറില്ല. ഇപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്നത്. പലപ്പോഴും അമ്മയെ ഞാൻ അവഗണിക്കേണ്ടി പോലും വരുന്നുണ്ട് ഇപ്പം നയനയ്ക്ക് വേണ്ടിയിട്ട്. അത് നല്ലത് തന്നെയാണ് ഏട്ടാ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏട്ടാ, ഏട്ടനും ഏട്ടത്തി ഇപ്പോഴും സ്നേഹത്തിലാണെന്ന് പറയുമ്പോഴും സാധാരണ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് അവർക്കൊരു കുഞ്ഞ് കയ്യിൽ കാണും. പക്ഷേ നിങ്ങളുടെ വിവാഹം കഴിച്ച് ഇത്രയും നാളായിട്ടും ഇപ്പം നവ്യെടുത്ത് പ്രസവിക്കാറുമായി, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ആ ഒരു അടയാളം ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പെട്ടെന്നാണ് അത് പിന്നെ അതിപ്പോഴൊന്നും വേണ്ടാന്ന് അവൾ പറഞ്ഞിരിക്കുന്നത്. വേണ്ടെന്നോ? അതെന്താ അങ്ങനെ? അതൊന്നും എനിക്കറിയില്ല. അവൾക്ക് ഇപ്പോൾ പ്രസവിക്കാനും കുഞ്ഞുങ്ങളെ വളർത്താനൊന്നും വയ്യെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ നയനേട്ടത്തി പറയൂ? നയനേട്ടത്തിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണല്ലോ. എടാ ഇഷ്ടമാണെങ്കിലും അവൾക്കിപ്പോൾ വേണ്ടാന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറയാണ്. ഏട്ടൻ അല്ലാതെ ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏടാ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോൾ അനി പറഞ്ഞു, എങ്കിൽ ശരി ഏട്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി അവിടെ നിന്ന് പോവുകയാണ്. പോകുമ്പോഴത്തേക്കും നമ്മുടെ നയനെ ഇങ്ങനെ പടമൊക്കെ വരച്ചും കുറിച്ചും ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണ് നമ്മുടെ അനി ചെന്നിട്ട് ചോദിക്കണം, നയനേട്ടത്തി ഏട്ടത്തി ഇവിടെ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ നയന വേണം, എന്താ? അല്ല ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? അല്ല എൻ്റെയും നന്ദുവിൻ്റെയും കാര്യം വല്ലതും ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ നയന ചോദിക്കണേ, എന്താ പറയണമായിരുന്നോ? അല്ല പറയുന്നും വേണ്ട, എന്നാലും ഏട്ടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചതാണ് എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ ഉടനെ എന്താണ് നമ്മുടെ നയന് പറയണത്, ഇല്ല ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, പക്ഷെ നിൻ്റെ മനസ്സിലാരോ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭാഗ്യം, എന്തായാലും പറയാഞ്ഞത് നന്നായി. അല്ല ഏട്ടത്തി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏട്ടത്തിക്ക് എന്താ കുഞ്ഞുങ്ങളെയൊന്നും ഇഷ്ടമല്ലേ? കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലെന്നോ? അല്ല ഞാൻ ചോദിക്കണേ, ഏട്ടത്തിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ? കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തവരാരാ? അല്ല ഏത് ടൈപ്പ് കുഞ്ഞുങ്ങളാണ്? തീരെ കൊച്ചു കുഞ്ഞാണോ, കുറുക്കെ ഇരിക്കുന്ന കുഞ്ഞാണോ, അത് ഇത്തിരി വലിയ കുഞ്ഞാണോ, ഏതാ നീ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല ഏട്ടത്തി. കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ. എൻ്റെ അനി, എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. അത് ചെറുതായാലും വലുതായാലും ഏത് ടൈപ്പിലായാലും എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. ആണോ? പക്ഷെ ആദർശേട്ടൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആദർശേട്ടൻ എന്താ നിൻ്റെ അടുത്ത് പറഞ്ഞത്? ആദർശേട്ടൻ പറഞ്ഞതേ നയനേട്ടത്തിക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല, നയനേട്ടത്തിക്ക് കുഞ്ഞുങ്ങളോട് താല്പര്യമില്ല, കുഞ്ഞുങ്ങളെ വേണ്ട എന്നൊക്കെയാണ് ആദർശേട്ടൻ പറഞ്ഞത്. കൊള്ളാലോ, ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞോ? അതേ ഏട്ടത്തി, അങ്ങനെ എന്നോട് പറഞ്ഞത്. എൻ്റെ അനി, ഇതൊക്കെ ആദർശേട്ടൻ വെറുതെ പറയുന്നതാണ്. ആദർശേട്ടന് ചില എന്താണ് പറയുന്നത് കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ടേ ആദർശേട്ടൻ വെറുതെ പറയുന്നതാണ് ഇങ്ങനെയൊക്കെ. എനിക്ക് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ജീവനാണ്. എൻ്റെ നവ്യേച്ച് പ്രസവിക്കുന്നത് കാത്തിരിക്കുകയാണ് ഞാൻ. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് ഒന്ന് കൊഞ്ചിക്കാനും ലാളിക്കാനും ഒക്കെ. കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ അനിയുള്ളത്? നിൻ്റെ ഏട്ടൻ വെറുതെ മനഃപൂർവ്വം പറഞ്ഞതാ ഇത് എന്നിങ്ങനെ പറയണം. എങ്കിൽ വിട്ടേരെ ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയന മനസ്സിൽ വിചാരിക്കണം, ഇതങ്ങനെയൊന്ന് വിട്ടാൽ പറ്റില്ലല്ലോ. ആദർശേട്ടൻ്റെ കയ്യിലെ കുറ്റങ്ങളൊക്കെ എൻ്റെ തലയിലിട്ട് പറഞ്ഞേക്കുകയാണോ? ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ നമ്മുടെ നയനെ അങ്ങോട്ട് ചെല്ലുകയാണ്. അതേസമയത്ത് നമ്മുടെ ആദർശ് ഇങ്ങനെ സിറ്റൗട്ടിലിരുന്ന് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ നയന. ചെന്നിട്ട് ചോദിക്കുകയാണ്, ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. ഇതാ ആദർശേട്ട ചായ. അങ്ങനെ നമ്മുടെ ആദർശേട്ടൻ ചായയൊക്കെ മേടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയണം, അല്ല ആദർശേട്ടാ, എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലെന്നും അല്ലത് ഞാൻ ആദർശേട്ടനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആദർശ് പെട്ടെന്ന് ഇങ്ങനെ നോക്കുകയാണ്. എന്താ നയനെ? അല്ല ആദർശേട്ടൻ അനിയോട് എന്താ പറഞ്ഞത്? എനിക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് പ്രസവിക്കാൻ ഇഷ്ടമല്ല, എന്തൊക്കെയാ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ആദർശാണ്, അതിനു മുമ്പ് അവൻ അതും വന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയാണ്, അതിനെന്താ, അവൻ പറഞ്ഞെങ്കിൽ ആദർശേട്ടൻ പറഞ്ഞ കാര്യമല്ലേ അവൻ വന്ന് പറഞ്ഞത്? ഒരു ഏട്ടത്തിയോട് ഒരു അനിയൻ പറയാനുള്ള വാക്കുകളാണോടി അതൊക്കെ? അത് കൊള്ളാലോ. ഏട്ടനായ നിങ്ങളോട് അത് അവന് പറയാമെങ്കിലേ ഏട്ടത്തിയായ എന്നോട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാനും അനിയും തമ്മിലേ നല്ല കൂട്ടുകാരാണ്. അവനോട് ഞാൻ വളരെ ഫ്രീ ആയിട്ടാണ് ഇടപെടുന്നത്, എൻ്റെ നന്ദുവിനോട് പോലെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണം, ഞാനത് പിന്നെ ഉരുണ്ട് കളിക്കേണ്ട ആദർശേട്ടാ. നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എൻ്റെ തലയിൽ വച്ച് കെട്ടിത്തരണ്ട. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ, ഞാനൊരു കാര്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കാം, എനിക്കൊരു കുഞ്ഞ് വേണം.
എനിക്ക് കുഞ്ഞു കൂടിയേ തീരൂ. എനിക്കൊരു കുഞ്ഞിനെ വലിയ ഇഷ്ടമാണ്, എനിക്ക് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ആദർശേട്ട ഇനി അതും ഇതും ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. എന്നിട്ട് എല്ലാവരെയും മുന്നിൽ എന്നെ കുറ്റപ്പെടുത്തുകയാണോ ആദർശേട്ട എന്നിങ്ങനെ പറയുകയാണ് നയന. അതേസമയത്ത് നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അനിക്ക് കോള് വരികയാണ്. നമ്മുടെ അനാമികയാണ് വിളിക്കുന്നത്. അനാമിക വിളിക്കുമ്പോഴത്തേക്ക് അനി ചോദിക്കണേ, എന്താ അനാമികെ, എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? അനി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തിനാ ഇപ്പം അത്യാവശ്യമായിട്ട് കാണുന്നത്? എനിക്ക് കാണണമെന്ന് തോന്നിയാൽ എനിക്ക് എപ്പോഴും കാണണം അനിയെ. അതിന് നമ്മൾ തമ്മിലുള്ള വിവാഹമൊക്കെ അടുത്തിരിക്കുകയല്ലേ, പിന്നെ കണ്ടാൽ പോരെ? വിവാഹം അടുക്കുകയോ അടുക്കാതിരിക്കുകയോ എനിക്ക് അനിയെ കാണണമെന്ന് തോന്നിയാൽ എനിക്ക് കണ്ടേ പറ്റൂ. നമ്മൾ സ്ഥിരമായിട്ട് കൂടുന്ന ആ റെസ്റ്റോറൻ്റ് ഇല്ലേ, അങ്ങോട്ട് വരുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? ഇനിയിപ്പോൾ നമ്മുടെ കല്യാണമൊക്കെ അടുത്തിരിക്കുകയല്ലേ, ഇനി വിരോധപ്പെട്ടിട്ട് വരെ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ വരാം അനാമികയെ, നീ റെഡി ആയിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അനി ഫോൺ കട്ട് ചെയ്യാണ്. അതേ സമയത്ത് നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരെയാണ് കാണിക്കുന്നത്. നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാർ, നമ്മുടെ നന്ദു അവരിങ്ങനെ ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദു വരികയാണ്, നന്ദുവിൻ്റെ സ്കൂട്ടിയിൽ വരികയാണ്. എന്നിട്ട് നന്ദു ഇവരുടെ അടുത്ത് നിന്നിട്ട് നന്ദു പറയണം, എല്ലാവരും ഇവിടെ ഉണ്ടോ? ഇന്ന് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ പുറത്തേക്കൊന്നും പോവാറില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നന്ദുവിൻ്റെ കൂട്ടുകാരന്മാർ പറയണേ, നന്ദു ഒന്ന് ഹാപ്പി ആയിട്ടാണല്ലോ കാണുന്നത്. ഇപ്പോൾ കുറേ നാളുകൊണ്ട് നന്ദുവിനെ ഇങ്ങനെ കാണാതിരിക്കുകയായിരുന്നല്ലോ, എന്താ നന്ദു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണം, ഇപ്പോൾ ഞാൻ അങ്ങനെയാണ്, ഞാൻ പഴയ നന്ദു ഞാൻ ആയി കഴിഞ്ഞു, അതുകൊണ്ടേ ഇനി എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ നന്ദുവിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നന്ദു കുറേയൊക്കെ വിഷമമൊക്കെ അകത്തങ്ങനെ അടക്കി വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദുവിൻ്റെ ഫ്രണ്ട് പറയണേ, നന്ദു സത്യം പറ, നീ നിൻ്റെ വിഷമങ്ങളൊക്കെ നീ മനസ്സിൽ ഒതുക്കി വെച്ചിട്ടല്ലേ ഇപ്പോൾ ഈ സംസാരിക്കുന്നത്? അപ്പോൾ ഉടനെ നന്ദു പറയണേ, ഇല്ലടാ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അനിയോട് പ്രണയമൊന്നുമില്ല. പിന്നെ ഈ അടുത്ത കാലത്തൊക്കെ നീ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടിയത്? എടാ, അത് പ്രണയം ഉണ്ടായിട്ടൊന്നുമല്ല, എനിക്ക് അനി നല്ലൊരു ഫ്രണ്ട് മാത്രമായിരുന്നു. അപ്പോൾ അവൻ എന്നെ മറ്റൊരു കണ്ണിലൂടെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലായ്ക തോന്നി. അതിൻ്റെ ആ ഒരു ഇറിറ്റേഷനായിരുന്നു ഞാൻ കാണിച്ചത് മുഴുവനും. അല്ലാതെ എനിക്ക് അനിയോട് ഒന്നും ഉണ്ടായിട്ടില്ല. അതിനെ എല്ലാവരും കൂടി തമ്മിൽ തെറ്റിദ്ധരിച്ച് വെച്ചു എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ പറയാണ്, അപ്പോൾ ഒന്നും ഇല്ലെന്ന് നീ പറഞ്ഞെങ്കിലും അത് ഞങ്ങൾ തൊണ്ട തൊടാതെ വിശ്വസിക്കുന്നതൊന്നുമില്ല. കാരണേ നിന്നെ അനി കാണുന്നതിന് മുമ്പേ നിന്നെ ഞങ്ങൾ കണ്ടു തുടങ്ങിയതാണ്. അത് വർഷങ്ങൾ പഴക്കമുണ്ട് നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്. അതുകൊണ്ട് നമ്മൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല നീ പറയുന്ന കാര്യം. പിന്നെ നിൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിശ്വസിച്ചു, അത്ര തന്നെ. എന്നാലേ നമുക്കിന്നൊന്ന് ചുറ്റിയടിക്കാൻ പോയാലോ? എങ്ങോട്ടാ? ആദ്യം നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോവാം. അല്ല, കയ്യിൽ പൈസയൊക്കെ ഉണ്ടോടാ നിൻ്റെയൊക്കെ? ഇന്ന് നിങ്ങൾ ചിലവ് ചെയ്യണം. എടി, ഇന്ന് കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് നിനക്ക് നല്ല രീതിയിൽ എന്തൊക്കെ നിനക്ക് വേണമെങ്കിലും മേടിച്ചു തരും. കാര്യേ ഇപ്പോൾ കുറേ കാലം കൂടിയാണ് നിന്നെ ഞങ്ങൾക്ക് എന്താണ് പറയുന്നത്, ജോളിയായിട്ട് നിനക്കൊപ്പം നടക്കാനായിട്ട് കിട്ടുന്നൊരു ടൈം. ഇത്രയും നാൾ നീ വീട്ടിനകത്ത് മൂടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് അടിച്ച് പൊളിക്കാതെ പറ്റില്ല. എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് പോണ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. എൻ്റെ പൊന്നോ, അങ്ങോട്ടാണ് നമ്മുടെ അനിയും അനാമികയും കൂടി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അനിയും അനാമികയും ജ്യൂസ് ഓർഡർ ചെയ്ത് അതിങ്ങനെ സ്ട്രോ ഇട്ട് വലിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നന്ദുവും ഫ്രണ്ട്സും കൂടി വരികയാണ്. ഇവരിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് അവർ വരികയാണ്. വരുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു കാണുന്നില്ല, നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ടൊക്കെ കാണുകയാണ്, അനിയെ അനാമികയും കാണുകയാണ്. അപ്പോൾ അവർ പറയുന്നത്, എടി 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 ദേ ഇരിക്കുന്നു അനിയുടെ പെണ്ണും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അനിയുടെ കൂട്ടുകാരന്മാർ പറയാണ്, ഇവളെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ഇവൾക്കൊരു ഇത്തിരി അഹങ്കാരം കൂടുതലാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയണേ, അത് വിട്ടേരടാ, നമുക്കെന്താ, ദേ കണ്ടില്ലേ ദോ ഇരിക്കുന്ന അവർ രണ്ടുപേരും കൂടി ചേർന്ന്. അപ്പോൾ ഉടനെ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നന്ദു മനസ്സിൽ കരുതുന്നതെന്ന് വെച്ചാൽ, നന്ദു മാറിയാണ് നിൽക്കുന്നതെങ്കിൽ ശരിക്കും അനാമിക കരുതും അനിയും നന്ദുവുമായിട്ടുള്ള വിവാഹം, നന്ദു അല്ല അനാമികയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ആ ഒരു വിഷമത്തിൽ നന്ദു മാറി നടക്കുമെന്ന് നമ്മുടെ അനാമിക തെറ്റിദ്ധരിക്കുന്ന ചിന്തിച്ചിട്ടാണ് നമ്മുടെ നന്ദു അനിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷേ അത് നമ്മുടെ അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഹായ് അനി എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനാമികയും അനിയും കൂടി ഇരിക്കുന്നിടത്തേക്ക് നമ്മുടെ നന്ദു ചെല്ലുകയാണ്. അനി അങ്ങ് വല്ലാതാവുകയാണ്. കാരണം അനിക്കറിയാമല്ലോ അനാമികയുടെ സ്വഭാവം. അപ്പോൾ തന്നെ നമ്മുടെ അനാമികയുടെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ്. നന്ദൂരി ഇങ്ങനെ എന്താണ് വെട്ടുപോത്തിനെ നോക്കുന്ന കണക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനാമിക. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലാസ്റ്റ് ക്ലൈമാക്സ് വരുമ്പം ഈ പറയുന്ന അനി ആരെയായിരിക്കും വിവാഹം കഴിക്കുന്നത്? നന്ദുവിനെയായിരിക്കുമോ നമ്മുടെ അനാമികയായിരിക്കും വിവാഹം കഴിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.